ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു ഡിസ്കസ് ചെയ്തത്? ആനന്ദ് വി വി സർ, എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? പാരഡൈസ് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, ലെൻസ് ലോ, മ്യൂച്വൽ ഇൻഡക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്, സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ. സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. ഹൃദയിക്ക് ഇല്ല, ആബ്സെന്റ്. അമർനാഥ് സർ, പ്രസന്റ് സർ. പ്രസന്റ് ചോദിക്കാനല്ല. ഓക്കെ. എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ? എന്നോട് തന്നെയാ? നിന്നോട് തന്നെ. എന്താ ഫാരഡേസ് ഫസ്റ്റ് ലോ? ഇല്ല, അമർനാഥ് പോയി. ഇല്ല സർ, ഇടിണ്ട്. ആൻസർ പറ. കറക്റ്റ് അറിയില്ല സാറേ. അന്ന് പിന്നെ ഞാൻ ഇന്നലെ ക്ലാസ് എടുത്തിന്. കാളിദാസ്. ഹലോ സാർ. പറ, എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ? അത് മറ്റേ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വരുമ്പോ എന്താ പറയാ, ഇനി ചേഞ്ച് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ കോയിൽ ഓഫ് ഫയർ, EMF cause an EMF to be induced. ഓക്കെ, എക്സാമിന് ചോദിക്കുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫാരഡേസ് ലോ ആയിരിക്കും. സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ എങ്ങനെ അതുണ്ടോ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണം. Whenever a magnetic field linked with a circuit changes, an EMF is induced in the circuit. ഓക്കെ. അടുത്ത മർസൂഖ്, എന്താണ് സെക്കൻഡ് ലോ? മർസൂഖ്. ഹലോ. സർ, എന്താണ് സെക്കൻഡ് ലോ? ഫാരഡേസ് സെക്കൻഡ് ലോ. ഇല്ല, ആൻസർ ഇല്ല. amount of substance. അഭിനന്ദ് കെ. ഫാരഡേസ് സെക്കൻഡ് ലോ എന്താ? മാഗ്നിറ്റ്യൂഡ് EMF induced coil is equal പിന്നെ rate of change of flux. Magnitude of induced EMF is equal to rate of change of flux linkages അല്ലേ? ഫ്ലക്സ് ലീക്കേജസ്. ലീക്കേജ് അല്ല, ലിങ്ക് ചെയ്യുക. ഹൃതിക്, എന്താണ് ലെൻസ് ലോ? ഇപ്പൊ ചോദിച്ചാൽ മിണ്ടാത്തവർക്ക് അറ്റൻഡൻസ് ഇല്ല കേട്ടോ. അഭിനന്ദ് NP. എന്താണ് ലെൻസസ് ലോ? Direction of induced EMF is always opposite change of its cosine.
cause producing change in flux അല്ലേ? The direction of induced EMF is always such as to oppose the cross producing change in flux. So EMFന്റെ ഇക്വേഷൻ എങ്ങനെയായി മാറും ആസ് പെർ ലെൻസ് ലോ? എങ്ങനെയാണ് ചേഞ്ച് ആവുക? ഈക്വൽ ടു d∅dt. ഈക്വൽ ടു ആണോ? ഈക്വൽ ടു n ഇൻറ്റു d∅dt ആണ് ആക്ച്വൽ സെക്കൻഡ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ. ലെൻസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ E is equal to minus n d∅dt. ഓക്കെ. ദെൻ എന്താണ് ഇൻഡ്യൂസ്ഡ് EMFനെ ക്ലാസിഫൈ ചെയ്താൽ എങ്ങനെയാണ് ക്ലാസിഫൈ? ആദർശ പ്രേമൻ അത് ഡൈനാമിക്കും പിന്നെ സ്റ്റാറ്റിക്. എന്താണ് സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ്? സ്റ്റാറ്റിക്കും ഡൈനാമിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? അത് ശരിക്കും പഠിച്ചില്ല. എന്താ പഠിച്ചു? പിന്നെ ഞാൻ ആ ലോ അടിച്ച ഫാരഡേന്റെയും ലെൻസസിന്റെയും ലോ ആണ് പഠിച്ചത്. എന്നാ ഫാരഡേസ് ഫസ്റ്റ് ലോ പറ. ഫാരഡേസ് ഫസ്റ്റ് ലോ എന്ന് പറയുമ്പോ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് EMF-ൽ ഇൻഡ്യൂസ് ചെയ്യും. ഇപ്പൊ കോയിലിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ചേഞ്ച് EMF ഇൻഡ്യൂസ് ചെയ്യും. അതല്ല ഫാരഡേസ് ഫസ്റ്റ് ലോ. അതാണ്, പക്ഷെ അത് അങ്ങനെയല്ല പറയേണ്ടത്. അത് ആ സ്റ്റേറ്റ്മെന്റ് അതേപോലെ തന്നെ വരണം. ഓക്കെ. whenever a magnetic flux linked with a induced in the coil. IMF എന്ന് പറയുന്നത് ഇൻഡ്യൂസ്ഡ് EMF. അടുത്ത ആകാശ് ദിലീപ്. ആകാശ് എന്താണ് എങ്ങനെയാണ് ഇൻഡ്യൂസ്ഡ് EMFനെ ക്ലാസിഫൈ ചെയ്യുക? ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം ആൻഡ് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFഉം. ഓക്കെ. എന്താണ് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, ഡൈനാമിക്കലും സ്റ്റാറ്റിക്കും? ഏതിലാണ് മെക്കാനിക്കൽ പാർട്ടിന്റെ മൂവ്മെന്റ് കൊണ്ട് EMF ജനറേറ്റ് ചെയ്യുന്നത്? സ്റ്റാറ്റിക്കിലാണോ ഡൈനാമിക്കിലാണോ? സ്റ്റാറ്റിക്കൽ. മൂവ്മെന്റ് കൊണ്ട് EMF ഇൻഡ്യൂസ് ചെയ്യുന്നത്. സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു അതിനെ ഒരു റിലേറ്റ് ചെയ്യാൻ ഒരു വേർഡ് ഉണ്ട്. സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് അല്ലെ? സ്റ്റാറ്റിക് എന്ന് പറയുമ്പോൾ സ്റ്റേഷനറി എന്ന് പറയുന്ന ഒരു മീനിങ് ഉണ്ട്. അപ്പൊ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ എന്താ? അനങ്ങിയാണ്ട് നിൽക്കുന്ന. ഓക്കെ. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒബ്ജക്റ്റ് അതിന്റെ മെക്കാനിക്കൽ പാർട്ട് മൂവ്മെന്റ് കൊണ്ട് EMF ഇൻഡ്യൂസ് ആവുന്നതാണ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. സ്റ്റാറ്റിക്കലി എന്ന് പറയുന്നത് മൂവ്മെന്റ് ഇല്ല. സോ ദർ വാട്ട് varying is your flux linkages is varied. Okay. അടുത്തത് അർജുൻ. യെസ് സർ. സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF നമ്മൾ ഏതൊക്കെ മെത്തേഡാണ് പഠിച്ചത്? ഏതൊക്കെയാ ടൈപ്സ് ഉള്ളത്? അതിന്റെ ക്ലാസിഫിക്കേഷൻ അല്ലേ സ്റ്റാറ്റിക്കലിന്റെ? മ്യൂച്വലി ഇൻഡ്യൂസ്ഡും സെൽഫ് ഇൻഡക്ഷൻ. ഓക്കെ. മ്യൂച്വൽ ഇൻഡക്ഷൻ ആൻഡ് സെൽഫ് ഇൻഡക്ഷൻ, അല്ലെങ്കിൽ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF ഓർ സെൽഫ് ഇൻഡ്യൂസ്ഡ് EMF. ഈ മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF എന്ന് പറഞ്ഞാൽ എന്താ? The changing current in the primary coil creates a changing in magnetic flux through the secondary coil, which it is lead to an induced EMF in the second coil.
It is called mutual. This effect is called mutual inductance. നവീദ്, എന്താണ് സെൽഫ് ഇൻഡക്റ്റൻസ്? The effect in which changing in a circuit induces a change in V, and the same if it induces same ഓക്കെ. ദെൻ എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്? ആരാ പറയാം? സെയിൻ ഉണ്ടോ? സെയിൻ, മുഹമ്മദ് സെയിൻ. ഷെറിൻ, മുഹമ്മദ് ഷെറിൻ. എന്താണ് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത്? The function of magnetic flux produced by current in one coil. ഫംഗ്ഷൻ അല്ലടാ, ഫംഗ്ഷൻ അല്ല, ഫ്രാക്ഷൻ. കേട്ടാ, ഫ്രാക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് എത്രത്തോളം ഉണ്ട്, അതായത് ആ ഒരു ശതമാനത്തിന്. അതായത് ഞാൻ പറഞ്ഞു പ്രൈമറിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഫ്ലക്സുകളൊന്നും കംപ്ലീറ്റ്ലി എവിടെ എത്തുന്നില്ല, സെക്കൻഡറി എത്തുന്നില്ല, കുറച്ച് അവിടെ ലോസ് ആവുന്നുണ്ട്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് ആദ്യം ജനറേറ്റ് ചെയ്തതിൻ്റെ എത്രത്തോളം ഫ്രാക്ഷൻ അവിടെ എത്തുന്നുണ്ട്. ഓക്കെ. അപ്പോൾ okay, yesterday we were discussing about this one, coefficient of coupling. So I was telling, like, from this primary, when we are giving AC supply, it will flux will be builded up, and that flux is traveling to one more coil, and sometimes, or because of some leakage flux, some flux will be lost in between primary itself. ഓക്കെ, അതായത് ടോട്ടൽ ജനറേറ്റ് ചെയ്യുന്ന ഫ്ലക്സിന്റെ കുറച്ച് ശതമാനം, മെജോറിറ്റി എവിടെ എത്തും? സെക്കൻഡറിൽ എത്തും. പക്ഷെ ഒരു കുറച്ച് പെർസെൻറ്റേജ് എവിടെ? പ്രൈമറി തന്നെ ലോസ് ചെയ്യും. സോ ഇഫ് ഐ റൈറ്റ് ദ ഫ്ലക്സ് ബിൽഡഡ് അപ്പ് ഇൻ ദ പ്രൈമറി ആസ് Φ1, then I am writing flux builded up in the primary and ended up in the primary itself. So Φ11 plus flux generated in the primary but ended up in the secondary. Ended up എന്ന് പറയുന്നത് reached the secondary winding എന്ന് പറയാൻ പറ്റും. അപ്പോൾ Φ1, അതായത് ഫസ്റ്റ് ജനറേറ്റ് ചെയ്ത ഫ്ലക്സ്, ബിൽഡ് ചെയ്ത ഫ്ലക്സും പ്രൈമറിയിൽ തന്നെ ഉണ്ടായ ഫ്ലക്സും പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലേക്ക് ട്രാവൽ ചെയ്ത ഫ്ലക്സും. അപ്പം ഈ പ്രൈമറി തന്നെ എൻഡ് ചെയ്യുന്ന ഫ്ലക്സും പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിലത്തെ ഫ്ലക്സും കൂടി ആഡ് ചെയ്താലാണ് ടോട്ടൽ പ്രൈമറിയിൽ ജനറേറ്റ് ചെയ്ത ഫ്ലക്സ് കിട്ടുക. ബട്ട് ഇൻ ദ കേസ് ഓഫ് സച്ച് സർക്യൂട്ട്, ഈ ഒരു സർക്യൂട്ടിൽ ഫോർ എക്സാമ്പിൾ രണ്ട് കോയിലുള്ളത് ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ട്രാൻസ്ഫോമർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമർ നമ്മളെ എയിം എന്താ? So when we are giving supply to primary, our ultimate aim is to transfer maximum energy or maximum flux to the secondary, so that secondary will produce enough EMF. അല്ലേ? നമ്മൾ പ്രൈമറിയിൽ ഒരു വോൾട്ടേജ് കൊടുക്കുന്നു, അപ്പോൾ അതെന്ത് ചെയ്യുന്നു? അത് പ്രൈമറിയിൽ ഫ്ലക്സ് ഉണ്ടാക്കുന്നു. ആ ഫ്ലക്സ് സെക്കൻഡറിയിലേക്ക് ട്രാവൽ ചെയ്ത് മാക്സിമം വോൾട്ടേജ് അവിടെ ഉണ്ടാക്കുന്നു. ദാറ്റ് വാസ് ആക്ച്വൽ എയിം. ഓക്കെ, ബട്ട് ബിക്കോസ് ഓഫ് ദിസ് ഫ്ലക്സ്, അതായത് ഈ ഒരു ഫ്ലക്സ് ഉള്ളത് കൊണ്ട് പ്രൈമറിയിൽ ജനറേറ്റ് ചെയ്യുന്ന കംപ്ലീറ്റ് ഫ്ലക്സും എവിടെ എത്തുന്നില്ല? സെക്കൻഡറിയിൽ എത്തുന്നില്ല. സോ നമ്മൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, Φ12 is equal to, I am writing coefficient of coupling is equal to K, that is K into Φ1. So ഫ്ലക്സ് പ്രൈമറിയിൽ ഉണ്ടാക്കിയ ഫ്ലക്സിന്റെ എത്രത്തോളം സെക്കൻഡറിയിൽ എത്തുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഒരു ഫാക്ടർ, ഈ ഒരു ടേം എനിക്ക് ആവശ്യമില്ലാത്തതാണ്. പ്രൈമറിയിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രൈമറി തന്നെ EMF ജനറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പ്രൈമറി തന്നെ എൻഡ് ചെയ്യുന്ന ഫ്ലക്സ് എനിക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പം വി ആർ ജസ്റ്റ് കാൽക്കുലേറ്റിംഗ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഫ്ലക്സ് ബിൽഡഡ് അപ്പ് ഇൻ ദ പ്രൈമറി റീച്ചസ് സെക്കൻഡറി. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഡിഫൈൻഡ് ബൈ ദിസ് ടേം കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു, വെൻ K is equal to 1,
What is that meaning? K is equal to 1 means എന്താണ് വിഷ്ണു k is equal to 1 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് എന്താ? വിഷ്ണു കെ ഇല്ല ഇന്ന്? വിഷ്ണു കെ ഉണ്ടല്ലോ. വിഷ്ണു കെ എന്താണ് k is equal to 1 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? അറിയില്ല. അറിയില്ല കുഴപ്പമില്ല. എന്താണ് പ്രൊവൈഡ് ചെയ്യും. നീ നോക്ക്, ഈ ഒരു ഇക്വേഷനിൽ നീ k is equal to 1 കൊടുത്താൽ എന്താ സംഭവിക്കുക വിഷ്ണു? 512 is equal to k into 51. ആ ഇക്വേഷനിലേക്ക് k is equal to 1 എന്ന് പറഞ്ഞ് കൊടുത്താൽ എന്ത് സംഭവിക്കും? 512 equal to 51. എന്താണ് 51? 51 പറഞ്ഞാൽ ഫ്ലക്സ്. എവിടെയുള്ള ഫ്ലക്സ്? 1-ലത്തെ പ്രൈമറിയിലെ ഫ്ലക്സ് അല്ലെ. 512 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡിലത്തെ. പ്രൈമറിയിൽ നിന്ന് സെക്കൻഡറിയിൽ എത്തുന്ന ഫ്ലക്സ് അല്ലെ. അപ്പം k ഈക്വൽ ടു 1 ആവുമ്പോൾ പ്രൈമറിയിൽ നിന്ന് ട്രാവൽ ചെയ്ത എല്ലാ ഫ്ലക്സും എവിടെ എത്തുന്നുണ്ട്? സെക്കൻഡറിയിൽ എത്തുന്നുണ്ട് അല്ലേ. ഉഷാർ പോരല്ലോ, രാവിലെ ഭക്ഷണം കഴിച്ചില്ലേ നീ? എത്തുന്നുണ്ട്. ഇനി k ഈസ് ഈക്വൽ ടു 0.5 എന്ന് പറഞ്ഞാൽ എന്താ മീനിങ് വിഷ്ണു? പകുതി എത്തും. പ്രൈമറിയിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ പകുതി ഫ്ലക്സ് മാത്രമേ എവിടെ എത്തുന്നുള്ളൂ? സെക്കൻഡറിയിൽ എത്തുന്നുള്ളൂ. ബാക്കി പകുതി എവിടെയായിരിക്കും പോയിട്ടുണ്ടാവുക? ബാക്കി പകുതിയാണ് ഈ 511 എന്ന് പറയുന്ന ടേം അല്ലെ. അതായത് പ്രൈമറി തുടങ്ങി പ്രൈമറി തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് അല്ലേ? ഓക്കെ. ഇനി k ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്തായിരിക്കും വിഷ്ണു അവസ്ഥ? ഒന്നും പോവില്ല. പ്രൈമറിയിൽ നിന്ന് ഒരു ഫ്ലക്സും സെക്കൻഡറിയിൽ എത്തൂല അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഫാക്ടർ വെച്ച് നമ്മൾ ട്രാൻസ്ഫോമർ ഉണ്ടാക്കി കഴിഞ്ഞാൽ വിഷ്ണുവിന്റെ ആപ്ലിക്കേഷന് വേണ്ടി വിഷ്ണു ഏത് ട്രാൻസ്ഫോമറാ സെലക്ട് ചെയ്യുക? ഏത് കോഎഫിഷ്യന്റ് ഓഫ് കപ്ലിംഗ് ഉള്ള ട്രാൻസ്ഫോമറാ സെലക്ട് ചെയ്യുക? 1. k ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതാണ് സെലക്ട് ചെയ്യുക. കാരണം അതിൻ്റെ അകത്താണ് നമ്മൾ പ്രൈമറിയിൽ വോൾട്ടേജ് കൊടുക്കുമ്പോൾ മാക്സിമം വോൾട്ടേജ് എവിടത്തേക്ക് എത്തും? സെക്കൻഡറിയിലേക്ക് എത്തും. സോ ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദ ടേം coefficient of coupling. So we were writing this formula yesterday, and so this is what I have explained now. K is equal to 1 means coils are perfectly coupled. All flux which is generated in the coil A links with the coil B. K is equal to 0 means no coupling between two coils. K is equal to 0 or greater than 0.5 means coils are tightly coupled, but it is not a perfect couple. More than 50% of flux linked with the coil B. 50% മുകളിൽ നമ്മൾ k is equal to 0.5 എന്നാണ് എടുത്തത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും എക്സാക്ട്ലി 50% ഫ്ലക്സ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് പോകും. ഈ ഫോർമുല ഇന്നലെ എഴുതിയെടുത്തതല്ലേ എല്ലാരും? Okay. Now you write relationship between L1, L2 and M. അതായത് what is that L1, L2? So you have a coil like this. So this has a self-inductance L1. This has another self-inductance L2. And it is because of mutual induction, the EMF is generated. So this is M. So if you want to find out a relation between M, L1, L2, so this is the equation. M is equal to, you just write this one, relationship between L1, L2 and M is given by M is equal to K. K is nothing but coefficient of coupling. K into square root of L1, L2. അങ്ങനെ എഴുതിയെടുക്ക്. മേലത്തെ എഴുതണോ? കേൾക്കുന്നുണ്ട് 1 കേൾക്കുന്നുണ്ട് 0. അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. മേലത്തെ എഴുതണ്ട. Okay, relationship between L1, L2 and M is given by M is equal to
K into square root of L1 L2. ഓക്കെ, എഴുതിയില്ലേ? ഞാൻ സാരംഗിനോടാണ് ഒരു കാര്യം ചോദിക്കാനുള്ളത്. സാരംഗ്, ഒരു പെർഫെക്റ്റ്ലി കപ്പിൾഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ് സർക്യൂട്ട് ആണെങ്കിൽ, അതായത് ഈ ഒരു സർക്യൂട്ട് നേരത്തെ നമ്മൾ കണ്ടത് പെർഫെക്റ്റ്ലി കപ്പിൾഡ് ആണെങ്കിൽ എം ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് എഴുതാം? ഈ ഒരു ഇക്വേഷനിൽ നോക്ക്, ഇതിനകത്ത് പെർഫെക്റ്റ്ലി കപ്പിൾഡ് എന്ന് പറയുന്ന വേർഡ് വരുമ്പോൾ ഏതെങ്കിലും ഒരു ടേം നമുക്ക് എന്തെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. K equal to 1. K equal to 1 ആണ്. അപ്പൊ നമുക്ക് എന്താ, ഫോർ എ പെർഫെക്റ്റ്ലി കപ്പിൾഡ് mutual inductance circuit we can write M is equal to L1 square root of L1 L2. Right. When there is no coupling, M is equal to 0. K into പറയുമ്പോൾ K 0 ആണ് അല്ലേ? When there is no coupling, K is equal to 0, so M is equal to 0. ആരെങ്കിലും മനസ്സിലായോ? Okay, now write a problem. Okay, so this is a problem. So please, all of you, please write it. An ideal mutual inductor is made from a primary coil of inductance 5 millihenry and a secondary coil of inductance 10 millihenry. Find the value of mutual inductance. So that is the question. An ideal mutual inductance is made from a primary coil of inductance 5 millihenry. So നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം, പ്രൈമറി കോയിലിന്റെ L1 is equal to 5 millihenry. And secondary coil of inductance 10 millihenry. So we can write L2 is equal to 10 millihenry. Now they are asking us to find out mutual inductance. എല്ലാവരും ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞാ? ഇല്ല. ക്വസ്റ്റ്യൻ എഴുതാം. Okay, so they are given self-inductance of primary coil, that is L1 is equal to 5 millihenry, and secondary coil of inductance 10 millihenry, that means L2 is equal to 10 millihenry. They are asking us to find out what is M. So we have the formula M is equal to K into square root of L1 L2. So now if you look at this formula, we don't know what is the value of K. അല്ലേ, നമുക്ക് K ന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഇല്ല. നിഹാല് K ന്റെ വാല്യൂ തന്നിട്ടുണ്ടോ? ഓക്കെ, പക്ഷെ അവരെന്ത് പറഞ്ഞിട്ടുണ്ട്? ഐഡിയൽ മ്യൂച്വൽ ഇൻഡക്ടർ എന്ന് പറഞ്ഞൊരു വേർഡ് തന്നിട്ടുണ്ട് അല്ലെ. ഒരു ഐഡിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ ക്വാളിറ്റികളും ഉള്ള ഒരു പേഴ്സൺ അല്ലെ. ഒരു ഐഡിയൽ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ഐഡിയൽ എന്ന് പറയുന്നത് അത് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഐഡിയൽ എന്ന് പറഞ്ഞാൽ അവരുദ്ദേശിക്കുന്നത് എന്തായിരിക്കും? പെർഫെക്റ്റ്ലി കപ്പിൾഡ് കോയിൽ ആയിരിക്കും.
എന്ന് പറയുന്ന വേർഡ് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് മീൻസ് k is equal to 1. So I can directly write mutual inductance M is equal to square root of 5 into 10 raised to minus 3 into 10. Okay, because there are two 10 raised to minus 3, I can write 10 raised to minus 3 outside. So 50 into 10 raised to square root of 50 into 10 raised to minus 3. So square root of 50 is nothing but 7.07 millihenry. Okay, ആ സ്റ്റെപ്പ് ഒക്കെ ഒന്ന് എഴുതിയെടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ട് പറ. സാറേ 10⁻³ എവിടെ എഴുതിയതാ? താഴെ നീലയില് തിരിയുന്നില്ല. -3 ആ മില്ലി ഹെൻറിന്റെ -3. സ്ക്വയർ റൂട്ടിന് ഉള്ളിലാണെങ്കിൽ 10⁻³ വരും. അപ്പൊ 10⁻⁶. അപ്പൊ നമ്മൾ സ്ക്വയർ റൂട്ടിൽ പുറത്തെടുക്കുമ്പോൾ 10⁻³ തന്നെ. ആൻസർ കിട്ടുന്നുണ്ടോ എല്ലാവർക്കും? കഴിഞ്ഞില്ലേ? Okay, now we have another problem. Find the induced EMF in a conductor when it is rotated in a uniform field of magnetic flux 2 milliweber. So they have given phi is equal to 2 milliweber in 0.002 second. 0.02 second. The number of turns of the conductor is equal to n, that is 100. Okay, so they are asking us to find out what is the induced EMF in a conductor when it is rotated in a field, uniform magnetic field at 0.02 second. The number of turns also they have given. So they are asking us to find out what is induced EMF. So ഏത് ലോ പ്രകാരമാണ് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഫാരഡേസ് സെക്കൻഡ് ലോ ആണ്. സോ ബട്ട് വോൾട്ടേജ് എന്നുള്ളത് EMFന്റെ ഡയറക്ഷൻ കൂടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സോ യു ഹാവ് ടു റൈറ്റ് മൈനസ് സൈൻ ഹിയർ. ഓക്കെ, സോ E is equal to -n d∅/dt. So how to calculate this? N is, what is the value of n? 100. Okay, n നമുക്ക് അവർ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് ടേൺസ് ഈസ് ഈക്വൽ ടു 100 ആൻഡ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഓൾസോ ദേ ആർ ഗിവിംഗ്. ഓരോ 0.02 സെക്കൻഡിലും 2 മില്ലി വെബർ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. അതാണ് d∅/dt. സോ യു ക്യാൻ റൈറ്റ് 100 into 10⁻³ divided by 0.02. So tell me what is the answer? ഇത് ചെയ്യാൻ കാൽക്കുലേറ്റർ വേണോ?
നവീത് ക്ലിയർ ആയില്ല. ഒന്നെങ്കിലും നീ ചാറ്റ് ബോക്സിലിട്ട് അതിനൊക്കെ കൊടുക്കാം. എന്താ ആരും ആൻസർ പറയട്ടെ? മാത്സിനോട് ക്രേസി ആരും ഇല്ല എൻ്റെ അത്. 10 ആണോ നീ പറഞ്ഞത്? -10 ആണോ? -10. ഓക്കെ, -10 ആണ്. ഓക്കെ, ഇതൊന്നും കാൽക്കുലേറ്റർ അടിച്ച് നോക്കേണ്ട ആവശ്യമില്ല അല്ലേ. 2 × 10⁻³ ഉണ്ട്, 2 × 10⁻² ഇവിടെയുണ്ട് അല്ലേ. 10⁻²ഉം 10⁻3ഉം 2ഉം 2ഉം ക്യാൻസൽ ആവും. അപ്പോൾ ഇവിടെ 10⁻1 ഉണ്ടാവും. 100 × 10⁻1 that is 100/10, that is 10. ക്ലിയർ ആയില്ലേ? ഒരു ഉഷാറില്ല കേട്ടോ. നിങ്ങൾ കുറേ ആൾക്കാർ ഇവിടെ വെറുതെ ഓൺലൈൻ ക്ലാസ്സിൽ മൊബൈലിൽ ലോഗിൻ ചെയ്തിട്ട് എന്തൊക്കെയോ ചെയ്യാണ്. അത് 3 മാർക്കിന് വരുവാ? 3 മാർക്കിനും അങ്ങനെയൊക്കെ വരും. ഇത് നോക്കി നിങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ. രണ്ടാമത്തെ ആട്ടോ സിലബസ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഫാരഡേസ് ലോ എന്ന് പറയുന്ന ടൈറ്റിലിന് ശേഷം പ്രോബ്ലംസ് വന്നിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലെവലിലുള്ള പ്രോബ്ലംസേ അത് തരും. ഓക്കെ, നൗ നമുക്ക് ഒരു ടോപ്പിക്കും കൂടെ നോക്കാം. അല്ലെങ്കിൽ ഈ ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു മൊത്തം എടുത്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഏതെങ്കിലും ഒരു ടോപ്പിക് ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരണോ? കാരണം എനിക്ക് 5 മിനിറ്റേ ഉള്ളൂ. എനിക്കത് തുടങ്ങി വെച്ചാൽ അത് തീർക്കേണ്ട വരും. ഇല്ല, ഡൗട്ടില്ല. അങ്ങനെ നമുക്ക് അടുത്ത ടോപ്പിക് എടുക്കാം. സോ നെക്സ്റ്റ് വൺ ഈസ് ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMF. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഡയഗ്രാം നോക്കുന്നതിന് മുമ്പേ നമുക്ക് വേറൊരു ഡയഗ്രാം പഠിക്കാം. സോ okay, I am drawing one magnet. So this is its north pole, this is its south pole, and of course you know that there will be flux flowing from north pole to south pole like this, lot of fluxes, and in between this the there is a circuit or conductor. Okay, so dynamically induced EMF, you know that in static induced EMF the flux was continuously varying because we are applying an AC supply to coil, so the flux was varying continuously. But in the case of static induced dynamically induced EMF, the flux is constant. Flux is all constant, and we stator or rotor, anything. But in this case, we are moving the rotor. So when I am moving this rotor, assume that I am moving to this side. Here side, like in another movie, and this conductor has a length L. The conductor length endana L. Okay, if I move this conductor to length of dx, അതായത് L, അതായത് ഒരു കണ്ടക്ടർ എടുത്തു. ഓക്കെ, ഒരു മിനിറ്റ്. ഇങ്ങനെ ഒരു കണ്ടക്ടർ എടുത്തു, ആ കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്, സോ ദാറ്റ് ഇറ്റ് മീൻസ് ദിസ് ഇസ് ദ ലെങ്ത്. ഓക്കെ, സോ ഐ ആം മൂവിങ് ദിസ് കണ്ടക്ടർ ടു എ ഡിസ്റ്റൻസ് dx. അങ്ങനെയാണെങ്കിൽ മൂവിങ് ഈസ് ഈക്വൽ ടു dx. അങ്ങനെയാണെങ്കിൽ എത്ര ഏരിയ ഇത് കവർ ചെയ്തു? ഈ മൂവ്മെന്റിൽ എത്ര ഏരിയ മൂവ് ചെയ്തു എന്ന് ചോദിച്ചാൽ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ആയിരിക്കും മനസ്സിലായില്ല. ഓക്കെ, assume that I am placing a conductor here. Here it is a conductor. നിങ്ങൾക്ക് ബ്ലൂ കളറിൽ കാണുന്നുണ്ടോ കണ്ടക്ടർ?
ഓക്കെ, കണ്ടക്ടറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് L ആണ്. സോ ഐ എം മൂവിങ് ദിസ് കണ്ടക്ടർ ടു എ ലെങ്ത് dx. dx എന്ന് പറയുന്ന ലെങ്തിലേക്ക് മൂവ് ചെയ്തു. എത്ര ഏരിയ അത് കവർ ചെയ്തു എന്ന് ചോദിച്ചു കറക്റ്റ് ആണ്. L into dx. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഞാൻ വേണമെങ്കിൽ വരച്ച് കാണിച്ചു തരാം. അത് എങ്ങനെയാണ് ഇത്ര ഏരിയ കവർ ചെയ്ത്. അപ്പൊ ഏതാണ്ട് ഒരു റെക്ടാങ്കുലർ പോലെ അല്ലേ, L into dx. So I can write area covered is equal to L into dx. It is to L dx. എന്താണെന്ന് പറഞ്ഞത്? ഫ്ലക്സ് കോൺസ്റ്റന്റ് ആണോ വേരിയിങ് ആണോ? ഈ ഒരു കേസിൽ ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് കേസിൽ ഞാൻ ഫ്ലക്സ് എങ്ങനെയാണെന്നാ പറഞ്ഞത്? കോൺസ്റ്റന്റ് ഓർ വേരിയിങ്, ഏതാണ് വരിക? ഫ്ലക്സ് ഫ്ലക്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് പറയുന്നതോ? ഫ്ലക്സ് ഡെൻസിറ്റിയും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMF പറയുമ്പോൾ എന്താണ്? AC സപ്ലൈ ആണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കോയിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ അവിടെ മൂവ്മെന്റ് പാർട്ട് ഒന്നും ഇല്ല. നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യാൻ. എപ്പോഴേ EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ? ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യുമ്പോൾ മാത്രമേ EMF ഇൻഡ്യൂസ് ചെയ്യുള്ളൂ. ഫ്ലക്സ് ലിങ്കേജ് ചേഞ്ച് ചെയ്യാൻ സ്റ്റാറ്റിക്കലി ഇൻഡ്യൂസ്ഡ് EMFൽ മൂവ്മെന്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, എന്ത് ചേഞ്ച് ചെയ്യാം? ഫ്ലക്സ് ചേഞ്ച് ചെയ്യാന്നുള്ളത്. പക്ഷെ ഈ ഒരു കേസിൽ മൂവ്മെന്റ് ഉണ്ട്. ഡൈനാമിക്കലി ഇൻഡ്യൂസ്ഡ് EMFൽ മൂവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഫ്ലക്സ് ചേഞ്ച് ചെയ്യണമെന്നില്ല, കോൺസ്റ്റന്റ് ഫ്ലക്സ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമുക്ക് പറയാം ഫൈയും ബിയും കോൺസ്റ്റന്റ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ, നമുക്ക് അവിടെ വെച്ചിട്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. എന്നിട്ട് ബാക്കി ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ.